CPIM നേതൃത്വവുമായുള്ള അഭിമാന ഭിന്നതകളെ തുടർന്ന് മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി അംഗത്വം ഒഴിഞ്ഞതും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CPIM തന്നോട് കാണിച്ചത് കടുത്ത അനീതിയാണെന്ന് ആരോപിച്ച സുധാകരൻ പാർട്ടിയിൽ നിന്നും താൻ പൂർണ്ണമായും അകന്നുവെന്ന് വ്യക്തമാക്കി. പുന്നപ്രയിലെ തന്റെ വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജി സുധാകരൻ മനസ്സ് തുറന്നത്. പാർട്ടിയിൽ നിന്നും തന്നെ പുറന്തള്ളാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുവെന്നും അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട എളമരം കരീം നടത്തിയ അന്വേഷണം പക്ഷപാതമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. തന്നെ ഭാഗം കേൾക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. താൻ ഇനി ഒരിക്കലും പാർട്ടിയിലും മുന്നണിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആരുടെയും പിന്തുണ തേടിയില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ സാഹചര്യത്തിൽ ഇനി പാർട്ടിക്ക് താൻ ഒരു തലവേദനയാകില്ലെന്നും അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന താൻ പാർട്ടിക്ക് എതിരായി ഒന്നും ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരമോഹിയാണെന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി മാർക്സിസ്റ്റ് ചരിത്രം ഉദ്ധരിച്ചാണ് സുധാകരൻ മറുപടി നൽകിയത്. ലെനിനും മാവോയും കാസ്ട്രോയും വരെ അധികാരത്തിൽ തുടർന്നവരാണെന്നും താൻ 2 തവണ മന്ത്രിയായി എന്നതുകൊണ്ട് മാത്രം മാറി നിൽക്കണമെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് രീതിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജി സുധാകരനെതിരായ CPIMന്റെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ജനാധിപത്യ മര്യാദകൾ കാത്തു സൂക്ഷിച്ച ഒരു പൊതുപ്രവർത്തകനോട് പാർട്ടി ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത വഞ്ചനയാണ് കാണിച്ചതെന്ന് ചെന്നിത്തല ആരോപിച്ചു. രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള സുധാകരനെ പോലൊരു നേതാവിനെ തഴഞ്ഞത് പാർട്ടിയുടെ അധംപതനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സുധാകരന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് കോൺഗ്രസും UDFും അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. സുധാകരനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ആലപ്പുഴയിലെ പ്രാദേശിക നേതാക്കളുമായും UDF നേതൃത്വവുമായും ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. നിയമസഭയിൽ ജി സുധാകരന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന അഭിപ്രായവും അദ്ദേഹം പങ്കുവച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ വിഷയത്തിൽ സമാനമായ പ്രതികരണമാണ് നടത്തിയത്. സുധാകരൻ ഉയർത്തിക്കാട്ടിയ വിഷയങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകളെന്നും സണ്ണി ജോസഫ് നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ CPIM മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ താൻ അനുഭവിച്ച അവഗണനകൾ എണ്ണി പറഞ്ഞ സുധാകരൻ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറാകുന്നില്ലെന്നും പരിതപിച്ചു. തന്റെ മറുപടികൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ നിശബ്ദത പാലിച്ച സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മനോഭാവത്തെയും അദ്ദേഹം ചോദ്യം ചെയ്തു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സൂചന നൽകിയതോടെ സുധാകരന്റെ നീക്കങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. CPIMന് കനത്ത തിരിച്ചടിയാകുന്ന സുധാകരന്റെ ഈ നിലപാട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകും. എന്തായാലും ജി സുധാകരൻ എന്ന തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഈ പടിയിറക്കം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രതിസന്ധിയുടെ തുടക്കമാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ പാർട്ടിക്ക് എത്രത്തോളം തലവേദന സൃഷ്ടിക്കുമെന്ന് കണ്ടറിയണം.